പുടിന്റെ ആണവായുധങ്ങൾ ഇറാനിലേക്ക്. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത്. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തുന്നു. ബൈഡൻ ഒഴിയും മുമ്പ് തന്നെ ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒറ്റ രാത്രി കൊണ്ട് നെതന്യാഹുവിന്റെ നയം മാറിയത് ഗാസ വീണ്ടും ചോരപ്പുഴയാകുമെന്ന ഭീതിയിലാണ് നൽകുന്നത്. ഇതിനിടയിലാണ് ഇറാനിലേക്ക് റഷ്യയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇറാനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അമേരിക്കൻ ചേരി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളികളിൽ ഒന്നാണിതെന്ന് പറയാം. റഷ്യയുടെ പരമ്പരാഗത ആയുധ കൈമാറ്റങ്ങളും ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിക്കുള്ള സഹായവും അന്താരാഷ്ട്ര ആണവായുധ കൈമാറ്റങ്ങൾ ലംഘിക്കുന്നില്ലെങ്കിലും അതിന്റെ ചില ആണവ മേഖലയിലെ മിക്ക പ്രവർത്തനങ്ങളും ഏറെ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ഇറാനുമായി തുറന്ന ആണവ സഹകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമായ റഷ്യ ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയെ സഹായിക്കുന്നതിൽ വിശാലമായ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും ഇപ്പോൾ വയ്ക്കുന്നില്ല. യുക്രൈനിന് വൻതോതിൽ ആയുധങ്ങൾ നൽകിയ റഷ്യയെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് റഷ്യ ഇറാനെയും ഉത്തര കൊറിയയെയും സഹായിക്കുന്നത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നതാണ് റഷ്യൻ ഭരണകൂടത്തിന്റെ നിലപാട് എന്ന് വേണം കരുതാൻ. ഉത്തര കൊറിയയുമായി സൈനിക കരാർ ഉണ്ടാക്കിയ റഷ്യ പിന്നീട് ഇറാനുമായി കൂടുതൽ ശക്തമായ സാഹചര്യത്തിലാണ് തയ്യാറെടുക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചയ്ക്കായി മോസ്കോയിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ അമേരിക്കൻ ചേരിയെ ഞെട്ടിച്ച ആയുധ പ്രദർശനം നടത്തിയ ശേഷമാണ് ഇറാൻ പ്രസിഡന്റ് റഷ്യൻ തലസ്ഥാനത്ത് എത്തിയത്. ലോകം കണ്ടത് അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള വമ്പൻ യുദ്ധസന്നാഹങ്ങളുമായി ഭൂഗർഭ നഗരത്തിൽ നിർമ്മിച്ച് തയ്യാറാക്കിയിരുന്ന ഇറാനെയാണ് ദൃശ്യമാകുന്നത്. പേർഷ്യൻ ഉൾക്കടലും ഒമാൻ സമുദ്രത്തിനും ഇടയിലാണ് വൻ ആയുധ സജ്ജീകരണങ്ങൾ ഇറാൻ ഒരുക്കിയിരിക്കുന്നത്. ഇറാൻ വിപ്ലവ ഗാർഡിലെ പബ്ലിക് റിലേഷൻ വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനിയാണ് ഈ സുപ്രധാന പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സൈനിക സന്നാഹങ്ങൾ ഇറാനും വെളിപ്പെടുത്തിയത്. അതായത് ഇറാനെ ആരാക്രമിച്ചാലും വിവരമറിയുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് പറഞ്ഞു തരുന്നത്. ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ആരംഭിച്ച ആയുധശേഖരമായി നിർമ്മിച്ച 2 ഭൂഗർഭ നഗരങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് വിപുലമായ സൈനികാഭ്യാസത്തിനിടയിലാണ്. IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സാണ് നഗരത്തിൽ മേൽനോട്ട ചുമതലയുള്ളത്. അത്യാധുനിക മിസൈലുകളും ആയുധങ്ങളുമാണ് ഇവിടെ. ഇതോടൊപ്പം ഒരു നാവിക താവളവും ഇറാൻ പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. കൂടുതൽ സങ്കീർണവും ദീർഘവുമായ പോരാട്ടത്തിന് വിപ്ലവ ഗാർഡ് സജ്ജമാണെന്നാണ് ബ്രിഗേഡിയർ അലി മുഹമ്മദ് നൈനി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രൂപകൽപ്പനയിലും ശേഷിയിലും വലുപ്പത്തിലും മാത്രമല്ല ആയുധങ്ങളുടെ കരുത്തിലും ഉൽപാദനത്തിലുമെല്ലാം ഇറാൻ ദിനംപ്രതി വർധനവ് കൊണ്ടുവരികയാണ്. ആയുധശേഷിയും ഇറാൻ സ്വന്തമാക്കിയിട്ടുള്ളതിനാൽ ഒരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് മേൽക്കൈ നേടാനാകില്ലെന്നാണ് ഇറാൻ സൈന്യം ധൈര്യത്തോടെ പറയുന്നത്. ഇതിനിടെ പേർഷ്യൻ ഉൾക്കടലിൽ ഇറാൻ നാവികസേന യുദ്ധ പരിശീലനവും വ്യാപകമായി നടത്തി തുടങ്ങിയിട്ടുണ്ട്. 300 യുദ്ധക്കപ്പലുകളാണ് അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. 2000-ലേറെ വരുന്ന സൈനിക സിവിലിയൻ കപ്പലുകൾ ഭാഗമാകുന്ന നാവിക പരേഡും ഇതിന്റെ ഭാഗമായി നടക്കും. വിപ്ലവ ഗാർഡിന് കീഴിലുള്ള അർദ്ധ സൈനിക വിഭാഗമായ ബാസിസ് സേനയിലെ 1,10,000-ഓളം അംഗങ്ങൾ പങ്കെടുക്കുന്ന സൈനികാഭ്യാസവും ഉടൻ തെഹ്റാനിൽ നടക്കും. അമേരിക്കൻ ചേരിയെ പ്രതിരോധത്തിലാക്കുന്നത് ഒരു വലിയ യുദ്ധത്തിനുള്ള സകല തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയാണ് ഇറാൻ പ്രസിഡന്റ് റഷ്യയിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്നതാണ്. ഇത് പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഹൃദയമിടിപ്പ് കൂട്ടും. ഗാസയിലെ വെടിനിർത്തൽ നിർദ്ദേശം പോലും ലംഘിച്ച് ആക്രമണം തുടരുന്ന ഇസ്രായേലിനെതിരെ വലിയ കലിപ്പിലായിരുന്നു ഇറാൻ. 15 മാസത്തെ സംഘർഷത്തിന് അറുതി വരുത്താൻ അമേരിക്ക, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ ധാരണ നടപ്പാക്കും മുമ്പ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ഇനിയൊരു ഒത്തുതീർപ്പ് വേണ്ടെന്നും ഇസ്രായേലിനെ ആക്രമിക്കണമെന്നുള്ള വികാരവുമാണ് ഇറാൻ സൈന്യത്തിന് ഇപ്പോൾ ഉള്ളത്. ഇത് സംബന്ധിച്ച് ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി വിഭാഗങ്ങളോട് ആശയവിനിമയം നടത്തിയതായും സൂചനയുണ്ട്. ക്രെംലിൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തെന്നാൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം, സിറിയൻ പ്രസിഡന്റ് അസദിനെ പുറത്താക്കാൻ തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ സമീപ സംഭവ വികാസങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ റഷ്യൻ പ്രസിഡന്റും ഇറാൻ പ്രസിഡന്റും ചർച്ച ചെയ്യുമെന്നതാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്: ഇറാനും റഷ്യയും 2 വലുതും ശക്തവുമായ രാജ്യങ്ങൾ എന്ന നിലയിൽ പുതിയ ലോകക്രമം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും ഇറാനും റഷ്യയും തമ്മിലുള്ള 20 വർഷത്തെ ഉടമ്പടി ഒപ്പിടുന്നത് ഒരു രാഷ്ട്രീയ രേഖ മാത്രമല്ല, ഭാവിയിലേക്കുള്ള ഒരു റോഡ് മാപ്പ് കൂടിയാണെന്നുമാണ് ഈ കാഴ്ച.
കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്ളാഡിമിർ പുടിനും മസൂദ് പെസഷ്കിയും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും. വ്യാപാരം, നിക്ഷേപം, ലോജിസ്റ്റിക്, ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിൽ സഹകരണത്തിനുള്ള വഴികളെക്കുറിച്ചും ചർച്ച ചെയ്യും. ഇരു നേതാക്കളും ആലോചിക്കുന്നതായും ക്രൈംലൈൻ ഇത് അറിയിച്ചിട്ടുണ്ട്.